ഞാനവിടെ ഒരു ഹദീസ് ഇട്ടിരുന്നു, അതിനെ കുറിച്ച് ഈ ഒന്നും മുണ്ടിയില്ലല്ലോ. എവിടെ ഹദീസ് ഇട്ടില്ല? എന്റെ ഹദീസോ കൗങ്ങുമ്മ കയറാൻ നടക്കണ എന്റെ ഹദീസോ? അല്ല ഇന്റെ ഹദീസ് അല്ല, ഇന്റെ ഹദീസ് എന്ന് പറയില്ലല്ലോ. കൗങ്ങുമ്മ കയറാൻ നടക്കണ എന്റെ ഹദീസ് അറിയാം. ഖൈറു മസാജിദൻ നിസാഇ ഇത് പറയുന്നോട് ചോദിച്ചാലോ ഇത് പച്ച ശിർക്കും കുഫറും പ്രചരിപ്പിക്കാനായിട്ട് നടക്കുന്നതാണ്. ഞാൻ എന്റെ ഒരു ചോദ്യം ഉണ്ട്, അതിന് എനിക്ക് മറുപടി. ചോദ്യം എന്താണ്? അള്ളാന്റെ ഹബീബ് ഏത് ഖബർ സന്ദർശിക്കുമ്പോഴാണോ പിന്നെ ഖബർ എടുത്ത് ഒരു സങ്കടങ്ങളും ബുദ്ധിമുട്ടും പറഞ്ഞത്? അന്നെ കൊണ്ടല്ല, എന്റെ കാന്തപുരത്തിനെ കൊണ്ട് തെളിയിക്കും. അള്ളാന്റെ ഹബീബ് ഒരു മുഅ്മിനാണ് ഞാൻ പറയും. ഇതിന് മറുപടി ഉണ്ട്. അള്ളാന്റെ ഹബീബ് സന്ദർശിക്കും, ഇതിന് മറുപടി പറയാതെ ചെയ്യും. ഏത് ഖബർ സന്ദർശിക്കുമ്പോഴാണ് അള്ളാന്റെ ഹബീബ് ആന്നാ മറുപടി അറിയും. അള്ളാന്റെ ഹബീബ് ഏത് ഖബർ സന്ദർശിക്കുമ്പോൾ ഇസ്തിഗാസ നടത്തിയത്? ഖുർആനിന് തള്ളി വിട്ടാൽ മതിയോ? എടാ അള്ളാന്റെ പഠിപ്പിച്ച ഖുർആനിന് തെളിവ് കിട്ടിയാൽ മതി. എനിക്ക് എവിടെയാണ് ആ തെളിവെന്ന് പറഞ്ഞാട്ടി കഴിഞ്ഞു. ഗ്രൂപ്പ് എനിക്ക് എന്തായാലും പറയാൻ ധൈര്യം പറയട്ടെ. വേഗം പറയുന്ന പറഞ്ഞാൽ ഖുർആനിലെ ആയത്തും തഫ്സീറൊക്കെ വെച്ച് പറയുമ്പോ ഒത്തിരി സമയം എടുക്കൂലേ? എടാ ഞാനിവിടെ നോക്കി എനിക്ക് തോന്നുമ്പോ ഇങ്ങനെ വിളിക്കുക. ഇപ്പൊ പറയുന്ന പറഞ്ഞിട്ട് പറയാൻ തെളിവ് പറയടാ ചെയ്ത് ക്ലിപ്പ് ആക്കിയിട്ട് പുറത്തു എനിക്ക് ധൈര്യം. ആൺകുട്ടിയാണെങ്കിൽ നിന്റെ വോയിസ് ഒരു ക്ലിപ്പ് കണക്കാക്കാൻ കഴിയില്ല, ധൈര്യം വരൂല. മറുപടി പറയടാ, ധൈര്യം ഉണ്ടെങ്കിൽ മറുപടി അറിയാം. റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ നിന്റെ വോയിസ്. എന്താ വിചാരിച്ചു ചെറിയ കുട്ടികളായിട്ട് വിളിക്കണ ഇന്നേറ്റ് വിളിച്ച് ക്ലിപ്പ് ആക്കാൻ വിചാരിച്ചു? എനിക്ക് കാന്തപുരത്തിനെ കൊണ്ട് കഴിയില്ലടാ. ഓത് വേഗം ഓത്. അവിടെ ഖബർ സന്ദർശിക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ച സിയാർത്ത് ഞങ്ങൾക്കറിയാം. എവിടെ ഖുർആനിൽ പിന്നെ അവിടെ ഖബർ സമയമാണ്. വേഗം പറയുന്ന പെട്ടെന്ന് പറയും. എന്റെ ചിലത് നിർത്തിയാലല്ലേ ചെങ്ങ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഈ ആവേശം പോയ വിളിച്ച ആവേശം പോയ മറുപടി പറയടാ, പെട്ടെന്ന് മറുപടി അറിയും. നിർത്തടാ, എന്റെ തൊള്ള നിർത്തി. എനിക്ക് പറയാൻ അവസരം കൊണ്ട് വേഗം പറയും. ഇത് വലിയ സംഭവമായിട്ട് അർത്ഥം വെക്കാറിയോ? അർത്ഥം വെക്ക്. അർത്ഥനാക്കാൻ അറിഞ്ഞാ അർത്ഥനാക്കാൻ റസൂലിനെ വിളിച്ച് ഇസ്തിഗാസ നടത്താനാ? ഞാൻ ചോദിച്ചെന്താ പോയവരോട് വിഷമങ്ങളും പ്രയാസങ്ങളും ചോദിക്കാനുള്ള തെളിവല്ലേ? അവിടെ അതിന് ഇന്ന അർത്ഥം എന്ത് തെളിവാണ് വരിക? ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. പറയും. ഇതൊന്നും ഉണ്ടാക്കാണ് ഞാൻ പറഞ്ഞുതരാം. എന്തിനാന്ന് പറഞ്ഞുതരാം. ഷാഹിദൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിക്കാരനായിട്ട്. സാക്ഷിക്കാരനായിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിക്കാരനായിട്ട്. അങ്ങനെ തഫ്സീറുകളിലൊക്കെ കാണുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിക്കാരനായിട്ട് റസൂലുള്ളാഹിനെ അയച്ചു. മുബശ്ശിറൻ, നമുക്ക് സന്തോഷം അറിയിക്കുന്ന ആളായിട്ടും റസൂലുള്ളാഹിനെ അയച്ചു. വനദീറ, മുന്നറിയിപ്പുകാരനായിട്ടും റസൂലുള്ളാഹിനെ അയച്ചു. അതിലും തർക്കമില്ല. എന്തിനു വേണ്ടിയിട്ട് എങ്ങനെ അയച്ചത്? ലിതുഅ്മിനു ബില്ലാഹി വറസൂലിഹി, അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും. ഈ ഉണ്ടാക്ക് ഞാൻ പറയുന്നത് തെറ്റാളി പറഞ്ഞു. അള്ളാഹുവിലും അള്ളാഹുവിന്റെ റസൂലിലും നമ്മൾ വിശ്വസിക്കാൻ വേണ്ടി. നമ്മൾ റസൂലുള്ളാഹിനെ ബഹുമാനിക്കാൻ വേണ്ടി, ആദരിക്കാൻ വേണ്ടി. ചിലക്കല്ലേ സമയം കൊണ്ടാ നമ്മളെ വിഷയത്തിലേക്ക് എത്തി. വിഷമഘട്ടത്തിലും വിപലഘട്ടത്തിലും അഭയകേന്ദ്രമാക്കാൻ വേണ്ടി. വിഷമഘട്ടത്തിലും വിപലഘട്ടത്തിലും അഭയകേന്ദ്രമാക്കാൻ വേണ്ടി. ഇതാണ് ഇപ്പൊ ഖബർ സിയാറത്തിനുള്ള തെളിവ്. അത് വേറുണ്ട്. ഇസ്തിഗാസക്ക് വിപലഘട്ടത്തിലും
ഇവിടെ ഇതും എനിക്ക് തെളിവല്ല, ഇതും എനിക്ക് നേരില്ല. പക്ഷെ ഞാൻ എന്നോട് ചോദിച്ചത് അള്ളാന്റെ ഹബീബ് ഏത് കബറാളിയാടും ഏത് കബറാളിയാടും തെളിയിക്കും. ഞാൻ വിഷമഘട്ടത്തിലും വിവരഘട്ടത്തിലും ആവേഗമാക്കാൻ വേണ്ടി അതല്ല ഇസ്തിഗാസ.